ഹലോ, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടായില്ല. രാവിലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് ചെയ്യാമെന്ന് ഓർത്തു. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ സ്കാൽപ്പ് ട്രേഡിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആരും ചെയ്യരുത്, ഇത് പണിയാണിത്. നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 10 പോയിൻ്റ് വീതം എടുക്കുന്ന രീതിയാണ്. ഏതെങ്കിലും ഷെയർ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് സപ്പോർട്ടിൽ ബ്രേക്ക് ചെയ്ത് അവിടെ നിൽക്കുന്ന ഷെയറുകളിലാണ് നമ്മൾ ഈ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ താഴത്തത് ലിമിറ്റിൽ ഓർഡർ എടുത്ത് 10 പോയിൻ്റ് ഓർഡർ ഇട്ട് പ്രോഫിറ്റ് ടാർഗറ്റിൽ വെച്ചേക്കും. സ്റ്റോപ്പ് ലോസ് ഇല്ല. സ്റ്റോപ്പ് ലോസ് നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് കളയും. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് വരെയില്ല. കാരണം ചിലത് താഴത്തേക്ക് വന്നാലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, താഴത്തേക്ക് റിട്ടേൺ കയറി വരേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഓർഡർ നമ്മൾ കൊടുത്തത് 300 കിട്ടി. എന്താ പെട്ടെന്ന് പരിപാടി കഴിയും, ഇത് പടപടാന്ന് പറഞ്ഞ് കഴിയും. പക്ഷേ ഇതിന് ഇതിൻ്റെതായ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചാർട്ട് വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷെയർ നോക്കിയിരിക്കണം. അത് പെട്ടെന്നൊന്നും കയറി നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഓർഡർ രണ്ടാമത്തേൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓർഡർ എടുത്ത് ഓക്കെ, അത് നഷ്ടത്തിലേക്ക് പോയി, താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ വിറ്റ് മാറി. അപ്പോൾ ഇനി കൊടുക്കുമെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ടേ കൊടുക്കുകയുള്ളൂ. അതായത് 60 ക്വാണ്ടിറ്റിയിലേ കൊടുക്കുകയുള്ളൂ. അത് അടുത്തത് നമ്മൾ നോക്കി വെച്ചിട്ട് അടുത്ത പൊസിഷൻ നോക്കി വെച്ചിട്ട് കൊടുക്കുകയുള്ളൂ. ചാടിക്കയറൊന്നും കൊടുക്കാൻ നിൽക്കരുത്. ഇതിൽ നമ്മളെ കറക്റ്റ് എൻട്രി എടുക്കാവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിലേക്ക് പോയാൽ നമ്മളത് വിറ്റ് മാറണം. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് ഓർഡർ എടുക്കുന്നതായിട്ട് തോന്നുന്നത്. ഒരു 210 ഓക്കെ, അതും ഓർഡർ ആയതുകൊണ്ട് 436. അപ്പോൾ ഇതിൽ ചാടിക്കയറിയൊന്നും ആരും ഇത് കണ്ടിട്ടൊന്നും ആരും ഇത് ചെയ്യട്ടെ. ഞാൻ വെറുതെ ജസ്റ്റ് യൂട്യൂബിന് വേണ്ടി, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുകൊണ്ട് ഒരു മെച്ചവും ഇല്ല, വലിയ മെച്ചമൊന്നും ഇല്ല. നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഉള്ള കഴിവുണ്ട്, പക്ഷേ ഇതും പറഞ്ഞ് വീട്ടിൽ കയറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് യൂട്യൂബിന് വേണ്ടി ഇന്നൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യണതാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ നിങ്ങളത്. പക്ഷേ ഇതിൽ നിങ്ങൾ പരീക്ഷിക്കാൻ ഇതിലേക്ക് കയറി പഠിക്കാൻ നിന്നാൽ പണിയായി പോകും. അല്ല, ചെറിയ ഷെയറിലേക്ക് കയറി നിന്നിട്ട് ഇങ്ങനെ ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കിത് 60 ക്വാണ്ടിറ്റി ഇതൊരെണ്ണം നഷ്ടം വന്നു. പക്ഷെ അത് നമ്മളത് 60 ക്വാണ്ടിറ്റി തന്നെ ഇട്ട് 30 പോയി, പിന്നെ 60 ക്വാണ്ടിറ്റി ഇട്ട് എടുത്തതാണിത്. അല്ല, 10ാമത്തെ, അതായത് 5ാമത്തെ ഓർഡറാണ് കേട്ടത്. 5 ഓർഡർ കഴിഞ്ഞ് 5ാമത്തെ ഓർഡർ. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ഓർഡറൊക്കെ ഞാൻ എടുത്താറുണ്ട്. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് പക്കാ സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ അത് പലരും പല രീതിയിൽ ചെയ്യും. അത്രയും താഴത്ത് ലാസ്റ്റത്തെ ട്രേഡ് അത്രയും താഴത്തോട്ട് പിന്നെ നമ്മൾ കയറ്റി വിടാനായിട്ടാണ് നമ്മൾ ആ ഒരു മൈൻഡ് ഇന്ന് കാണിച്ചാൽ പിന്നെ എപ്പോഴും നമ്മൾ ആ ഒരു മൈൻഡ് കാണിക്കും. ഷെയർ വാങ്ങിച്ചിട്ട് പ്രോഫിറ്റിലോട്ട് പോകുമ്പോൾ കയറട്ടെ എന്ന് പറഞ്ഞുള്ളൊരു നിൽക്കും. നമ്മൾ സ്കാൽപ്പ് ട്രേഡിങ്ങിൽ തന്നെയാണ് ചെയ്യാൻ കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ എടുത്തെടുത്ത് പറയേണ്ടത് നമ്മളുടെ യൂട്യൂബിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി നിങ്ങൾ. അതല്ലെങ്കിൽ ശരിയാവില്ല. ഇത് നമ്മൾ അങ്ങനെ പിന്നെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. ഇത് അത്ര സ്കില്ലായിട്ടുള്ള ഒരാൾ ഇത് കണ്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത് സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ടെക്നിക്കൽ പരമായിട്ട് കൂടുതൽ അറിയണ്ട. അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ 1144 12, അതായത് 6 ഓർഡറിൽ നമ്മൾ എടുത്തതാണ്. ഇന്നൊരെണ്ണം കൂടി നമ്മൾ എടുക്കും.
1500 അടുത്തേക്ക് എത്തിക്കണം. അതെടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ 30 അതെടുത്ത്. അത് ഞാൻ ലാസ്റ്റ് ട്രൈഡാണിത്. പക്ഷെ ഇത് ഇച്ചിരി ടൈം എടുത്ത് കുറേ താഴത്തേക്കൊക്കെ കുറിച്ച് അങ്ങോട്ട് പോയി. അവരുടെ എടുത്ത പ്രോഫിറ്റും പോയെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇത് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഇത് എടുത്തപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടിയില്ല, കുറച്ചും കൂടി താഴത്തേക്ക് പിന്നെയും പോയി. ഇതും പ്രോഫിറ്റായി. ഇതിൻ്റെ വീഡിയോ ചാർട്ട് ഞാൻ കാണിച്ചില്ല, നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ഷെയർ താഴത്തേക്ക് പോയത് ഏതാണെന്ന് നോക്കി വെച്ചതിന് ശേഷം അതിലേക്കാണ് ട്രേഡിങ്ങിൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സപ്പോർട്ടിൽ ചെറിയ സപ്പോർട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഈ താഴത്തായിട്ട് ഓർഡർ ഇട്ട് വെച്ചേക്കും. അതൊന്ന് ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ട് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു 10 പോയിൻ്റ് വീതമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് താഴത്തേക്ക് പോയാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് അത് കൊണ്ടുപോകും. മാർക്കറ്റ് പ്ലേസിൽ എടുക്കുകയുള്ളൂ. അത്രയ്ക്കും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെയും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-4-5 ക്യാൻഡിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, താഴത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പിന്നെയും ഓർഡർ എടുക്കുക. 10 പോയിൻ്റ് അധികം സ്കാൽപ്പിംഗ് അല്ല, അപ്പോൾ അത് കയറ്റിവിടേണ്ട ആവശ്യമില്ല. എനിക്ക് എനിക്ക് അന്ന് കിട്ടിയില്ല, പക്ഷെ ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ കുറഞ്ഞു. പിന്നെ ഈ ഭാഗത്തൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകണമെങ്കിൽ അപ്പം മാർക്കറ്റ് പ്ലേസിൽ ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ഓർഡർ ഇട്ട് വെക്കുകയുള്ളൂ. മറ്റേത് മാർക്കറ്റ് പ്ലേസിൽ അടിച്ചു കയറുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് കുറച്ച് നഷ്ടമൊക്കെ വരും ചിലപ്പോൾ. അത് ചെയ്യാത്തവർ ഇതിൽ കയറി ചെയ്ത് ഇതിൽ പരീക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇടിഞ്ഞു വന്ന് ഇവിടെ വന്നിട്ട് ഒരു ഓർഡർ എടുത്ത് ഞാൻ 96 പക്ഷെ അത് പിന്നെയും അത് 106 വരാഴ്ച ടൈം എടുത്ത്. എന്തായാലും വന്നത് അത്ര ടൈം എടുത്തിട്ടാണ് വന്നത് ആ ലാസ്റ്റ് ട്രേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഓർഡർ ഇട്ട് വെക്കുന്നത്. പിന്നെ ഒരു നോക്കി ഇങ്ങനെ ചെയ്യുക. ആദ്യം എന്താ താഴത്തേക്ക് വരുന്നതാണെങ്കിൽ നമ്മളൊരു ഓർഡർ ഇട്ട് വെക്കും. സ്കാൽപ്പ് ട്രേഡിംഗ് ആണ്. ഇതിന് നമുക്ക് കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ നമ്മൾ ഈ റെഡ് ക്യാൻഡിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഓർഡർ കൊടുത്തിട്ട് പിന്നെയും താഴത്തേക്ക് വന്ന പണിയാവും. അപ്പോൾ അത് ഇച്ചിരി ഡേഞ്ചറാണ്. ചിലർ ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ടൊക്കെയാണ് ഓർഡർ എടുക്കുന്നത്. രണ്ടാമത്തെ ക്യാൻഡിലാകുമ്പോൾ നേരെ ഓർഡർ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ നമ്മളത് റെഡ് ക്യാൻഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാകുമ്പോൾ റിട്ടേൺ കയറി വരും. ഇവിടെയൊക്കെ ഒരു ഓർഡർ ഇട്ട് തന്നെ റിട്ടേൺ വരുമെന്ന് ഒരു 10 പോയിൻ്റൊക്കെ വരുമ്പോൾ വരും. ഇങ്ങനെ വരും. അതിന് മുമ്പ് വിറ്റ് മാറണം, നോക്കി നിൽക്കരുത്. അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇന്ന്